രാജ്യത്ത് 13 ഇടങ്ങളിൽ ഇഡിയുടെ പരിശോധന. ഭീകരവാദ നുഴഞ്ഞുകയറ്റ ശൃംഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഉത്തർപ്രദേശ് ATS രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇഡിയുടെ നടപടി. ഭീകരവാദ നുഴഞ്ഞുകയറ്റ ശൃംഖലയുമായി ബന്ധപ്പെട്ടാണ് ഇഡി പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. റോഹിംഗ്യ ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഭാരതത്തിലെത്തിച്ചെന്നാണ് കണ്ടെത്തൽ. നേരത്തെ ഉത്തർപ്രദേശ് ATS ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും അനധികൃതമായി രാജ്യത്തെത്തിക്കുന്ന സംഭവത്തിലാണ് ഉത്തർപ്രദേശ് ATS കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് ഇഡിയുടെ കണ്ടെത്തൽ. ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, NGOകൾ എന്നിവ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും അനധികൃതമായി രാജ്യത്തെത്തിക്കുന്നതിനായി ഇടനിലക്കാരായി നിന്നുവെന്നും വൻതോതിൽ സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതായുമാണ് ഉത്തർപ്രദേശ് ATS കണ്ടെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇഡി അന്വേഷണം എത്തിയത്. ജനം, ഡൽഹി.